വ്യാപാരം നിയന്ത്രിക്കണമെന്ന ആവശ്യം കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണാധികാരം സർക്കാർ ഏറ്റെടുക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ ഉദ്ഘാടനം ചെയ്തു. M. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി B. മധുസൂദനൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി T. സത്യൻ വ്യാപാരി മിത്ര പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഏരിയ സെക്രട്ടറി KV ദിനേശൻ SLC+2 വിജയികൾക്കുള്ള അനുമോദനം നടത്തി. വ്യാപാരി മിത്രയിൽ അംഗങ്ങളായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വനിതാവേദി ജില്ലാ പ്രസിഡന്റ് C. അനിത വിതരണം ചെയ്തു. യൂണിറ്റിലെ മുതിർന്ന അംഗം ഗണപതി നെല്ലിക്കാടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ജില്ലാ കമ്മിറ്റി അംഗം A. ശബരീശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV സുരേഷ്, അനീഷ് ദീപം, TV സൗമ്യ എന്നിവർ സംസാരിച്ചു. രാവിലെ യൂണിറ്റ് പ്രസിഡന്റ് M. ഗംഗാധരൻ സംഘടനയുടെ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് നടന്ന കുടുംബസംഗമവും കലാപരിപാടികളും അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങൾ അതിന്റെ വിട്ടുപടിക്കൽ എത്തണം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്കാണ് നിർദ്ദേശിക്കുന്നത്. ആ സമയത്താണ് വ്യാപാരി വ്യവസായി സമിതി ഇത്തരത്തിലുള്ള കുടുംബസംഗമങ്ങളും അതുപോലെ തന്നെ അനുമോദനങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് വ്യാപാര മേഖലയെ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന് ആലോചിക്കുന്നത്. ഓൺലൈൻ സംവിധാനത്തെ പൂർണ്ണമായും എതിർക്കുകയല്ല, എങ്കിലും നമ്മൾക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ഒരു കാര്യം, കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ ഈ പറയുന്ന വ്യാപാരികളാണ് സാധാരണ ജനങ്ങളെ കൂടെ നിന്നതും. അത്യാവശ്യം ഒരു 100 രൂപ കടമായി പോയാൽ നാളെ തരാം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കൂട്ടാക്കുകയും ചെയ്യുന്നത് ഈ പാവ കച്ചവടക്കാരാണ് എന്നുള്ളത് നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി B. മധുസൂദനൻ സ്വാഗതവും ഗംഗ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ടീം അതിയാമ്പൂരിന്റെ തിരുവാതിര, ധ്വനി മേലാങ്കോട്ടിന്റെ ഫ്യൂഷൻ ഡാൻസ്, ഗാനാലാപനം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു. ഭാരവാഹികളായി M. ഗംഗാധരനെ പ്രസിഡന്റായും ഗംഗാ രാധാകൃഷ്ണനെ വൈസ് പ്രസിഡന്റായും B. മധുസൂദനനെ സെക്രട്ടറിയായും രാകേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും ബാലകൃഷ്ണൻ പള്ളോടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വനിതാവേദിയും രൂപീകരിച്ചു. K. സുജാതയെ പ്രസിഡന്റായും M. ഷീലയെ വൈസ് പ്രസിഡന്റായും ഗംഗാ രാധാകൃഷ്ണനെ സെക്രട്ടറിയായും ജ്യോതി പനങ്കാവിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.